Hello buddies, so welcome back to my YouTube channel. Okay, ഞാൻ എന്താ വിചാരിക്കുന്നത് അറിയാം. I guess 2025 is my year. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 മൊത്തം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ ഒരു പെരുമഴക്കാലമാണ് ഗൈസ്. ആൻഡ് ദേ ആർ മൈ ഫേവറേറ്റ് ജോണർ. എനിക്ക് എപ്പോഴും ഫ്രം ചൈൽഡ്ഹുഡ് ലൈക്ക് ദസ് ഈ ഇങ്ങനെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഈ സീരിയൽ കില്ലിംഗ് പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ കാണാനാണ് എനിക്ക് ഭയങ്കര താല്പര്യം. ഓക്കെ, അങ്ങനെ വെൽക്കം ടു മൈ ഏജൻസി എന്നൊരു അശരീരി കേട്ട് ഞാൻ കയറി ചെന്നത് ഡൊമിനിക്കിന്റെ ഏജൻസിയിലോട്ടാണ് ഗൈസ്. നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച ദ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഓക്കെ, ഒരു ഡീസൻറ്റ് ക്രൈം ത്രില്ലർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ. ഓക്കെ, അങ്ങനെയാണ് മൂവിനെ നമുക്ക് പറയാൻ പറ്റുക. ആൻഡ് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂവി വാസ് കൈൻഡ് ഓക്കെ. കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മൂവി വർക്കായില്ല. ആക്ച്വലി നമ്മൾ ആദ്യം ഒരു മൂവിയുടെ നെഗറ്റീവ്സ് പറയുന്നതിന് മുന്നേ, അതിൻ്റെ ഫ്ലോസ് പറയുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം അതിൻ്റെ ഗുഡ് സൈഡാണ് ആദ്യം പറയേണ്ടത്. കാരണം ഒരു മൂവി എടുക്കുന്ന എഫേർട്ട്, അതിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ, എല്ലാവരുടെ ആ കോർഡിനേഷൻ, അപ്പോൾ അതൊക്കെ കാരണം ഞാൻ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ മൂവീനെ നമ്മൾ അങ്ങനെ മൊത്തത്തിൽ ഇതാക്കാൻ പാടില്ലല്ലോ. സോ മൂവി ആക്ച്വലി നല്ലൊരു ഡീസൻറ്റ് മൂവിയാണ്. നിങ്ങളെല്ലാവരും പോയി കാണണം. ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് മൂവി ആക്ച്വലി. ഒരു നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എനിക്ക് കാരണം നമ്മൾ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ നമ്മൾ ആക്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി അതല്ലാതെ നമ്മൾ ആ മൂവിയുടെ കുറേ ടെക്നിക്കൽ സൈഡും കൂടെ കറക്റ്റായിട്ട് വന്നാലേ കംപ്ലീറ്റ് ആ നമുക്കൊരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ അത്ര സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അത് കിട്ടത്തുള്ളൂ. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് മൂവി ഇസ് മമ്മൂക്ക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മമ്മൂക്ക നല്ല ഭയങ്കര അടിപൊളി പെർഫോമൻസ് അങ്ങനെ പറയില്ല. കാരണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ക്യാരക്ടറിന് വേണ്ട രീതിയിൽ പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ, ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ റോളാണ് ഡൊമിനിക് ആയിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഗോകുൽ സുരേഷ് വന്നിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേരുടെ ആ ഒരു എന്താണ് കെമിസ്ട്രി വാസ് ലൈക്ക് റിയലി ഗുഡ്. ആ ഒരു രണ്ട് കോമ്പിനേഷൻ അവർ നല്ല രീതിയിൽ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സിറ്റുവേഷണൽ കോമഡീസ് ഒക്കെ അത്യാവശ്യം നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് മൂവിനകത്ത്. കാരണം ഇപ്പം എനിക്കെന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടീനെ അങ്ങനെ ഒരു കോമഡി ആ ഒരു ഇതിലേക്ക് എനിക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം എനിക്ക് അത്ര വർക്ക് ആവാറില്ല യൂഷ്വലി. ബട്ട് ഇൻ ദിസ് മൂവി ലൈക്ക് അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് കൈൻഡ് ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു. അവർ ചെറിയ ചെറിയ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഭയങ്കര ഒരു കോമഡി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലോസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് മൂവിയുടെ ടെക്നിക്കൽ സൈഡ് കുഡ് ഹാവ് ബീൻ ലൈക്ക് ബെറ്റർ. അത് കുറച്ചും കൂടെ നല്ല ബെറ്റർ ആക്കാമായിരുന്നു. ബിക്കോസ് ഇപ്പം ആ ഒരു മൂവിക്ക് അകത്തൊരു സോങ് ഉണ്ട്, ഒരു പാട്ട് പാടുന്ന സീനിനകത്ത് മമ്മൂട്ടിയാണ് പാടുന്നത്. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് ഒരു നോർമൽ ഒരു ഓഡിയൻസ് വാച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്യാച്ചി ആയിട്ടാണ്, നമുക്ക് ലിപ്സിങ്ങിങ് ഭയങ്കരമായിട്ട് ഇതായിട്ടാണ് കിടക്കുന്നത്. കറക്റ്റ് അല്ലായിരുന്നു. നമുക്ക് ഒരു നോർമൽ ഓഡിയൻസ് വന്നിരുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്നുണ്ട്. സോ അതൊക്കെ അവർക്ക് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഫൈറ്റ് സീൻ വരുന്ന സമയത്തൊക്കെ ഇപ്പം നമ്മൾ ഫൈറ്റ് സീൻ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നേ എന്നൊരു ഇത് തോന്നിപ്പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നോർമൽ, ഇപ്പോൾ ഒരു ഓർഡിനറി മെൻ നമ്മൾ കോമൺ ലൈഫിലൊക്കെ ഒരാളെ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അതേപോലെ. ഇപ്പം പക്ഷെ അത് കാണിക്കുന്ന സമയത്ത് ഒരു മൊമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര അങ്ങനൊരു സ്ലോ ആയിട്ട് ഇങ്ങനെ ഇടിക്കുന്ന പോലെ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളിപ്പം സിനിമയിൽ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പത്തെന്നൊക്കെ അറിയാലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നും കാണാനേ പറ്റാത്ത ഫൈറ്റുകളാണ്. ഇങ്ങനെ ആകാശത്തിൽ കൂടെ എല്ലാവരും പറന്ന് ഫൈറ്റ് ചെയ്യുന്നു, 10 ബോംബ് പൊട്ടുന്നു, അങ്ങനെയൊന്നുമല്ല. ബട്ട് ലൈക്ക് കോമൺ തന്നെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അതേപോലെ ഒരു സാധാരണ നോർമൽ ഫൈറ്റ് സീൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെയാണെന്നുണ്ടെങ്കിലും ഇപ്പം GVM മൂവീസൊക്കെ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതേപോലെയല്ല, ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് സൈഡായിട്ടാണ് മൂവി എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ മ്യൂസിക്കൊന്നും എനിക്ക് തീരെ വർക്കായിട്ടില്ല. ലൈക്ക് ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ്, സോങ് അങ്ങനെ ഒരു അത്ര ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഇതിൻ്റെ ഒരു സൈഡ്. നമുക്ക് ഇത്ര ഒരു ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മമ്മൂട്ടി
ഈ കമ്പനിയുടെ ഒരു മൂവി എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ സ്റ്റാൻഡേർഡ് ഉണ്ടാവും അല്ലേ, അത് മീറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഈ മൂവിക്ക് മെയിനായിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് അങ്ങനെ എൻഗേജിങ് ആയില്ല. അതേപോലെ സ്ക്രീൻ പ്ലേ ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ ആ ഒരു മൂവിയുടെ ഒരു ക്ലൈമാക്സ് അല്ല, ഒരു റിവീലിംഗ് പോർഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ങനെ ഇന്ന ആളെ നമ്മളിപ്പോൾ ഒരു ക്രൈം ചെയ്ത ആ ഒരു ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സിനിമകൾ. അപ്പോൾ ആ ഒരു റിവീലിംഗ് ഉള്ള ഒരു സംഭവം അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ല ആ ഒരു ക്ലൈമാക്സ് അങ്ങനെ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ ഇതില്ല. അത് ഭയങ്കര ടിസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ദി എൻഡ് പോർഷൻ ഉണ്ടാവുമല്ലോ ഒരു മൂവിയുടെ, അത് എനിക്ക് വൈ അങ്ങനെ ചെയ്തത് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എൻഡിങ്, പ്രോപ്പർ എൻഡിങ് കൊടുത്തിട്ട് അവർക്ക് അത് ഇതാക്കായിരുന്നു. സോ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ദ റെസ്റ്റ് ഫിലിം ഇസ് ഗുഡ്, നന്നായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പം നിങ്ങളെല്ലാവരും പോയി മൂവി കാണുക. മൂവി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. സോ until then, it's a bye from me. Ta-da!